ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ 78ാം സ്വാതന്ത്ര്യദിനം ഇത്ര ഗംഭീരമായിട്ട് രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അതെനിക്ക് 2018 കിട്ടിയ ഒരനുഭവത്തിൻ്റെ കാര്യമാണ്. 2018 ആഗസ്റ്റ് 15 നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മഹാപ്രളയത്തിന് മുന്നോടിയായി മഴ തകർത്ത് പെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ മേലധികാരി 14-ാം തീയതി ഒരു കർശന നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു, നിർബന്ധമായിട്ടും എല്ലാവരും നാളെ പതാക ഉയർത്തുന്ന സമയത്ത് ഇവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന്. മഴയൊന്നും വകവെക്കാതെ ഞങ്ങളെല്ലാവരും കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തുകയാണ്. എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മേലധികാരി പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സ്ഥാപനം ഒരു ടൗണിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ആ പ്രദേശത്ത് അങ്ങനെ ഒത്തിരി പതാക ഉയർത്തലൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ പതാക ഉയർത്തുന്നത് കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ചേട്ടന്മാരും അങ്ങനെയുള്ള കുറേ ആളുകൾ വന്ന് അത്യാവശ്യം ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ആ പതാക ഉയർത്തൽ, അന്നത്തെ പതാക ഉയർത്തലാണ് നടന്നത്. അപ്പം ഈ പതാക ഉയർത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മേലധികാരി ഞങ്ങളോട് പറയുവാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ന് നടന്നത്. പതാക ഉയർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആ കാര്യമാണ് ഇന്ന് നടന്നതെന്ന് പറഞ്ഞു കഴിയുമ്പം ആ പുള്ളിയുടെ മനസ്സിൽ ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സന്തോഷം അതിൻ്റെ മുഖത്ത് നമുക്ക് കാണാറുണ്ട്. അപ്പം അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കുവാണ്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കാരണന്മാർക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ കാണില്ലേ. ഇപ്പം ഞാനൊക്കെ ഒരു ചെറിയ കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ അപ്പനും അമ്മയ്ക്കൊന്നും ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിലൊന്നും പോയി ഒരു പതാക ഉയർത്താനുള്ളൊരു അവസരമൊന്നും കിട്ടില്ല. അവരത്ര സമൂഹത്തിൽ അത്ര ഉന്നത പദവിയിലുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ അവരല്ലേ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരല്ലേ. അപ്പം അവർക്ക് നമ്മുടെ വീട്ടിൽ ഈ പതാക ഉയർത്തൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷമാവും. ഇപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഈ പതാക ഉയർത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഉയർത്താൻ താല്പര്യമുണ്ടോ, ഉയർത്തുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. നാളെ പതാക നമുക്കെല്ലാവർക്കും ഉയർത്താം, പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അവരാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ അധികാരി, അദ്ദേഹത്തിന് പവറുള്ളതുകൊണ്ട് അദ്ദേഹം കർശന നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു, ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വരണം, പതാക ഉയർത്തുമെന്ന്. അപ്പോൾ അതുപോലെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത് നമുക്ക് നാളെ പതാക ഉയർത്തുമെന്ന്. നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്ത് കഴിയുമ്പം അവർക്കൊരു ചെറിയ സന്തോഷമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 78ാം സ്വാതന്ത്ര്യദിനം ഇത്ര ഭംഗിയായിട്ട് ആഘോഷിക്കാൻ കാരണം. പ്രധാന വാർത്തകൾ. രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായ പരിപാടികളോടെ കൊണ്ടാടി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശസ്നേഹം തുളുമ്പുന്ന വിവിധ പരിപാടികളോടെയായിരുന്നു 78ാം സ്വാതന്ത്ര്യദിനം. മ്യാൻലെ പത്രോസിൻ്റെ വീട്ടിൽ രാവിലെ തന്നെ മ്യാൻലെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി കുട്ടികൾക്ക് മധുരപലഹാരം നൽകി. ദേശീയ പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കൊടിമരം തേക്കിൻ്റെ കമ്പ് ഇന്നലെ തന്നെ വെട്ടി അതിൽ വെള്ള പെയിൻ്റ് അടിക്കുകയും രാവിലെ പേരക്കുട്ടികളുടെ സഹായത്താൽ കൊടിമരം സ്ഥാപിക്കുകയും കൃത്യം 8 മണിക്ക് പത്രോസ് ദേശീയ പതാക ഉയർത്തിയാണ് ഉണ്ടായത്. തുടർന്ന് പേരക്കുട്ടികൾക്ക് ദേശസ്നേഹം തുളുമ്പുന്ന വിവിധ കഥകൾ പത്രോസിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.